നമസ്കാരം. നാട്ടിലെവിടെ തിരിഞ്ഞു നോക്കിയാലും വെറൈറ്റി തട്ടിപ്പുകളുടെ കഥകളാണ് കേൾക്കാനുള്ളത്. അക്കൗണ്ടിലേക്ക് 5000 രൂപ വരുമെന്ന് പറഞ്ഞ് ലിങ്ക് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നവരും വാട്സാപ്പിൽ കമ്മീഷണറുടെ ഫോട്ടോ വെച്ച് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്നവരും കേരളത്തെ കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. പാവങ്ങളുടെ ചോര ഊറ്റിക്കുടിക്കുന്ന ഈ നാണം കെട്ട സൈബർ തട്ടിപ്പുകാരുടെ കളി അനുദിനം കൂടി വരുമ്പോഴേക്കും UDF സർക്കാരിന്റെ കീഴിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല. ജനങ്ങൾ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണം നിമിഷനേരം കൊണ്ട് തട്ടിയെടുക്കുന്ന ഈ സംഘങ്ങൾ സമൂഹത്തിന് വലിയൊരു ഭീഷണിയായി മാറിക്കഴിഞ്ഞു. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന ഈ കൊള്ളകൾക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഉയരുന്നത്. എന്നാൽ ഇതൊന്നും കാണാത്ത മട്ടിലാണ് അധികാരികൾ കസേരയിൽ ഇരിക്കുന്നത് എന്നത് കേരളത്തിന്റെ ദുരവസ്ഥയാണ് വിളിച്ചോതുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിയുടെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചിത്രങ്ങൾ വാട്സാപ്പിൽ മുഖചിത്രമാക്കി ലക്ഷങ്ങൾ തട്ടിയ പാലക്കാട് സ്വദേശി അയൂബിന്റെ അറസ്റ്റ് കഴിഞ്ഞിരുന്നു. വിദേശത്ത് ജോലിയുടെ പേരിൽ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിക്ക് മാത്രം 1,22,600 രൂപയാണ് നഷ്ടപ്പെട്ടത്. വിശ്വസ്തത നേടിയെടുക്കാൻ UAE പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പോലും വാട്സാപ്പിൽ മുഖചിത്രമാക്കിയിരുന്നു ഈ കള്ളന്മാർ. ഈ പണം വാങ്ങിയ ശേഷം വ്യാജ ഓഫർ ലെറ്ററുകളും വിമാന ടിക്കറ്റുകളും അയച്ച് ഇരകളെ പറ്റിച്ച ഈ സംഘം കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെയാണ് പരിഹസിക്കുന്നത്. പോലീസിന്റെ പേരിൽ പോലും തട്ടിപ്പ് നടക്കുമെന്ന സ്ഥിതി വന്നാൽ പിന്നെ സാധാരണക്കാരൻ എവിടെ പോയി പരാതി പറയും? വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുക്കുന്ന ഇത്തരം സംഘങ്ങൾക്ക് പിന്നിൽ വൻകിട റാക്കറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖം മാത്രം വെച്ചല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി VD സതീശന്റെ ചിത്രവും സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നവും ഉപയോഗിച്ചാണ് ജന്തർ യോജനയുടെ പേരിൽ പുതിയ തട്ടിപ്പ് അരങ്ങേറുന്നത്. അക്കൗണ്ടിലേക്ക് 5000 രൂപ എത്തുമെന്ന വ്യാജ പ്രചാരണം നടത്തി സാധാരണക്കാരുടെ ബാങ്ക് വിവരങ്ങളും പണവും ചോർത്തിയെടുക്കുന്ന കൊള്ള സംഘങ്ങൾ കേരളത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സർക്കാരിന്റെ ചിഹ്നവും മുഖ്യമന്ത്രിയുടെ ചിത്രവും വരും. അതിൽ വിവരങ്ങൾ കൊടുത്താൽ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ വഴി പണം തട്ടുന്ന ഈ വെറൈറ്റി കൊള്ളയടി വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഇത്തരം പ്രലോഭനങ്ങളിൽപ്പെട്ട് പെരുവഴിയിലാകുന്നത്. ഇവരെ സംരക്ഷിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയമായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചിത്രങ്ങൾ വെച്ച് പണം തട്ടുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കേണ്ട UDF സർക്കാർ നോക്കുകുത്തിയായി മാറി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് സമാനമായ രീതിയിൽ തട്ടിപ്പിന് ശ്രമം നടന്നപ്പോഴും കേരളത്തിലെ സൈബർ പോലീസ് വെറും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ വിയർപ്പ് വിലയായ പണം നിമിഷനേരം കൊണ്ട് നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തണം. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരം തട്ടിപ്പുകൾ നാൾക്ക് നാൾ വർദ്ധിക്കുന്നത് പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചയാണ് കാണിക്കുന്നത്. പരാതികൾ ലഭിച്ചതിനു ശേഷം മാത്രം പേരിനൊരു അന്വേഷണം നടത്തുന്ന രീതി മാറി മുൻകരുതലെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് കൊള്ളക്കാരുടെയും തട്ടിപ്പുകാരുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും ഔദ്യോഗിക ചിത്രങ്ങൾ പോലും വ്യാജമായി നിർമ്മിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പോൾ അത് തടയാൻ സൈബർ സെൽ എവിടെയായിരുന്നു? കേരളത്തിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന ഇത്തരം തട്ടിപ്പ് കഥകൾ. സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ മാഫിയ സംഘങ്ങളെ പിടികൂടാൻ ശക്തമായ സൈബർ പെട്രോളിംഗ് തന്നെ ആവശ്യമാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന UDF സർക്കാരിന്റെ നയം കേരളത്തെ വലിയ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത്. അക്കൗണ്ടിലേക്ക് പണം വരുമെന്ന് പറഞ്ഞ് പാവങ്ങളുടെ കയ്യിലുള്ള വിയർപ്പിന്റെ വിലയും കൂടി അടിച്ചു മാറ്റുന്ന നാണംകെട്ട സൈബർ തട്ടിപ്പുകാർ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരുമാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത്. ഇത്തരക്കാരെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞിട്ടും പോലീസ് നോക്കി നിൽക്കുന്നതിൽ ജനങ്ങൾക്ക് കടുത്ത അമർഷവുമുണ്ട്. വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന പണം നഷ്ടപ്പെട്ട് നീതിക്കായി അലയുന്ന സാധാരണക്കാരുടെ കണ്ണുനീർ കാണാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരമൊരു ഭരണ സംവിധാനം? ഓൺലൈൻ വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ പായുന്നവർക്ക് വലിയ നഷ്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണുകളും അക്കൗണ്ടിലേക്ക് പണം വരുന്നു എന്ന വാഗ്ദാനങ്ങളും കണ്ട് ആരും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. അപരിചിതമായ നമ്പറുകളിൽ നിന്ന് വരുന്ന വ്യാജ ഓഫറുകൾ തിരിച്ചറിയാൻ സൈബർ സെല്ലിന്റെ മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഗൗരവമായി എടുക്കണം. എങ്കിലും സർക്കാരിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളെ ശക്തമായ കൈയോടെ പിടികൂടാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഉറക്കം നടിക്കുമ്പോൾ ഓരോ പൗരനും സ്വന്തം നിലയിൽ ജാഗ്രത പാലിക്കേണ്ട അനിവാര്യമായ അവസ്ഥയാണ് ഇന്നുള്ളത്.
വ്യാജ ലിങ്കുകളും സന്ദേശങ്ങളും തിരിച്ചറിഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണം. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഇത്തരം തട്ടിപ്പുകാർക്ക് രാഷ്ട്രീയ ഒത്തേശ ലഭിക്കുന്നുണ്ടോ എന്ന സംശയം കൂടി ശക്തമായി വരികയാണ്. വ്യാജ ഓഫർ ലെറ്ററുകളും വർക്ക് പെർമിറ്റുകളും അയച്ചുകൊടുത്ത് സാധാരണക്കാരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഈ കൊള്ളക്കാരെ വേരോടെ പിഴുതെറിയാൻ ശക്തമായ നിയമ നടപടികൾ അനിവാര്യമാണ്. UDF സർക്കാരിന്റെ കീഴിൽ ഇത്തരം ക്രിമിനലുകൾക്ക് ലഭിക്കുന്ന ലൈസൻസ് ആണ് ഈ കൊള്ളകൾക്ക് കാരണം. വിദേശ ജോലിയുടെ പേരിൽ കബളിപ്പിക്കപ്പെടുന്ന മലയാളികളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഇതിനെതിരെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും ബോധവൽക്കരണങ്ങളും നൽകാൻ നോർക്കയും മറ്റ് സർക്കാർ വകുപ്പുകളും തയ്യാറാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെയും കമ്മീഷണറുടെയും ഫോട്ടോകൾ വെച്ച് ആളുകളെ പറ്റിക്കുന്ന ഈ വെറൈറ്റി തട്ടിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നടപടി വൈകുന്നത് എന്തുകൊണ്ടാണ്? വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ സൈബർ പെട്രോളിംഗ് തന്നെ ആവശ്യമാണ്. ഇത്തരം വ്യാജ ലിങ്കുകളും സന്ദേശങ്ങളും ആളുകളിലേക്ക് എത്തുമ്പോൾ തന്നെ അവ റിപ്പോർട്ട് ചെയ്യാനും അവ തടയാനുമുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണം. സാമൂഹ്യ മാധ്യമങ്ങൾ കുറ്റവാളികളുടെ താവളമായി മാറുന്നത് തടയാൻ പോലീസിന്റെ സൈബർ വിഭാഗം 24 മണിക്കൂറും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളും ജനങ്ങളും ഒരുപോലെ ഈ വിപത്തിനെതിരെ ശബ്ദമുയർത്തേണ്ട സമയം കൂടിയാണിത്. മുഖ്യമന്ത്രിയുടെയും പോലീസ് കമ്മീഷണറുടെയും ചിത്രങ്ങൾ കാണിച്ച് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് പണം തട്ടാൻ നോക്കുന്ന ഇത്തരം സൈബർ ക്രിമിനലുകൾക്ക് കേരളത്തിൽ യാതൊരു സ്ഥാനവുമില്ല. കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാനും ജനങ്ങളെ കബളിപ്പിക്കാനും നോക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ UDF സർക്കാരും പോലീസും കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജനങ്ങളുടെ ജാഗ്രതയും ശക്തമായ നിയമ നടപടികളും ചേരുമ്പോൾ മാത്രമേ ഇത്തരം തട്ടിപ്പുകളെ പൂർണ്ണമായും തടയാൻ സാധിക്കൂ. കൊള്ളക്കാരുടെയും തട്ടിപ്പുകാരുടെയും കേന്ദ്രമായി കേരളം മാറുന്നത് കണ്ടിരിക്കാൻ ജനങ്ങൾ തയ്യാറാകില്ല. അഴിമതിയും സൈബർ തട്ടിപ്പുകളും നിറഞ്ഞ ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായ ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.